എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ആത്മീയ ഉണർവ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിംഗ് എന്നുകൂടി പറയാം. അപ്പോൾ ആ ഒരു വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല, അതിൽ ഒരു ആമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു അതിനെപ്പറ്റി അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീയത എന്നല്ല, സ്പിരിച്വൽ അവേക്കണിംഗ് എന്ന് തന്നെ ഞാൻ പറയാണ്, ആത്മീയ ഉണർവ്. അപ്പോൾ ആത്മീയത എന്ന വാക്കാണ് കൂടുതൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആത്മീയത എന്ന് വെച്ചാൽ പണ്ടൊക്കെ സന്യാസിമാരും ഋഷിവര്യന്മാരും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിനപ്പുറം അവർ ആത്മീയ ജീവിതമാണ് നയിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു വാക്കിന് കൂടുതൽ പ്രസക്തിയുണ്ട്. പ്രസക്തി മാത്രമല്ല, ആ ഒരു ആത്മീയതയിലേക്ക് ആൾക്കാർ കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. കാരണം മെജോറിറ്റി ആൾക്കാരല്ല, മൈനോറിറ്റി മാത്രമാണ് അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മളതിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കതിനെപ്പറ്റി അറിയാൻ പറ്റൂ. അപ്പോൾ എത്തിപ്പെടാത്ത ഒരാൾക്ക് അതിനെപ്പറ്റി അറിയുകയോ അല്ലെങ്കിൽ എന്താണതെന്ന് പറയാനോ കഴിയില്ല. അപ്പോൾ അതിലേക്ക് എത്തിയ അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. അപ്പോൾ ചുരുക്കത്തിൽ ചെറിയ രീതിയിൽ എന്താണ് പഴയ രീതിയിലുള്ള ആ ആത്മീയതയെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പം അത് മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി, ആ ഒരു വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, എന്താണത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഭൗതിക യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ നമ്മുടെ അസ്തിത്വത്തിലേക്കുള്ള ആഴത്തിലുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്ന അഗാധമായ ഒരു പ്രതിഭാസമാണ് സ്പിരിച്വൽ അവേക്കണിംഗ് എന്ന് വളരെ ചുരുക്കിയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക്, അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, ചെവി, ത്വക്ക്, ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആത്മീയ ഉണർവ് എന്നതിൽ പെടുന്ന കാര്യം. അപ്പം അതിനപ്പുറം നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരമാത്മാവ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആത്മീയത എന്ന വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർ എന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരും പറയുന്നത് അവനവൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പറയാൻ നമ്മൾക്ക് കഴിയും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വെച്ച് പറയാൻ പറ്റും, ഒരിക്കലും നമ്മുടെ അനുഭവങ്ങൾ വെച്ച് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ചെറിയതായ അനുഭവങ്ങളും വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ആത്മീയ ഉണർവിൻ്റെതായ ഈ ഒരു സമയം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതും, ചില സമയത്തൊക്കെ അത് നമ്മൾക്കൊരു അത്ഭുതമായിരിക്കും, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കാലയളവ് കടന്നു കിട്ടാൻ അപ്പം നമ്മൾ ഈ ഒരു ആത്മീയ ഉണർവിലേക്ക് പ്രവേശിക്കുകയും അപ്പോൾ അതിലൂടെ അതിനെ മനസ്സിലാക്കിയെടുക്കാനും നമ്മളതിനെ ഉൾക്കൊള്ളുവാനും അപ്പം അതിലൂടെ കടന്നുപോയി മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുവാനും വളരെയധികം സമയം, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അപ്പോൾ ആ ഒരു സമയം ഒരാളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള സമയമാണ്. കാരണം ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ആ ഒരു മാറ്റം, അതുപോലെയാണ് ആത്മീയ ഉണർവിന് മുമ്പും അതിന് ശേഷവുമുള്ള ഒരു വ്യക്തിയുടെ ലൈഫ്. തീർത്തും വ്യത്യസ്തമായ ഒരു ജീവിതം. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ്, ആ ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി വളരെയധികം വെല്ലുവിളികളും
പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെയധികം ക്ഷമയും സഹനശക്തിയും ഒക്കെ ഇതിനാവശ്യമാണ്. പക്ഷേ നമ്മൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ക്ഷമയും സഹനശക്തിയും ഉള്ളവരാണ് കൂടുതലും ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമ്മളായിട്ട് പോകുന്നതല്ല, ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കാം, ചെയ്യപ്പെടുന്നതായിരിക്കാം. ആര് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറയാൻ പ്രയാസമാണ്, അതിനെ വിശദീകരിക്കാൻ പ്രയാസമാണ്. പ്രയാസമാണെന്ന് വെച്ചാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ പുറത്തുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിനപ്പുറം ശാസ്ത്രത്തിന് അപ്പുറത്തുള്ള നിലവിൽ അത് ശാസ്ത്രത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. പക്ഷെ നാളെ അത് ചിലപ്പോൾ ശാസ്ത്രത്തിന് അപ്പുറമല്ല, ശാസ്ത്രത്തിനുള്ളിൽ തന്നെ വന്നു എന്നും വരാം. കാരണം ശാസ്ത്രം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയവും നാളെ ശാസ്ത്രത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയേക്കാം. സ്പിരിച്വൽ അവേക്കണിങ്ങിൽ ആ ഒരു സമയത്ത് അസെൻഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അസെൻഷൻ എന്ന് വെച്ചാൽ ആരോഹണം എന്ന് വെച്ചാൽ അറിയായിരിക്കും, ഉയർച്ച. അപ്പോൾ ഒരു വ്യക്തി താഴ്ന്ന പടിയിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോകുന്നു. അതൊരു വ്യക്തി ശാരീരികമായി വളരുന്നു അല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നു എന്നല്ല അർത്ഥം. ആ ഒരു വ്യക്തിയുടെ സോളിൻ്റെ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ വളർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ ഈ ഒരു അസെൻഷൻ പ്രോസസ്സിൽ 3 ഡയമെൻഷൻ, 4 ഡയമെൻഷൻ, 5, അപ്പോൾ 5D, 5th ഡയമെൻഷൻ ഇങ്ങനെ പറയാം. അപ്പോൾ 3D എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3D ലൈഫ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫ്, നമ്മുടെ സാധാരണ ജീവിതം. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് എല്ലാവിധ ബന്ധങ്ങളോടും കൂടി തന്നെ മുന്നോട്ട് പോയി ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസമൊക്കെ നേടി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി, അപ്പോൾ പിന്നെ അവരെ വളർത്തി അങ്ങനെ ആ ഒരു ജീവിതം ഇങ്ങനെ ചാക്രികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് 3D ലൈഫ് എന്ന് പറയാം. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ മെറ്റീരിയൽ ലൈഫ് എന്ന് തന്നെ അതിനെ പറയാം. അതിൽ ആത്മീയതയില്ല, അത് ഭൗതികമായ ജീവിതം മാത്രമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പോകുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ കോളുള്ളവർക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ആത്മീയതയുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ സവിശേഷതകൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു ഘട്ടം എത്തുമ്പോഴാണ് അവർ മറ്റൊരു സ്റ്റേജിലേക്ക് അവർ മാറുന്നതെന്ന് വെച്ചാൽ അവരുടെ ചിലപ്പോൾ ലൈഫിൻ്റെ ആദ്യത്തെ പടിയിൽ അവരുടെ ജീവിതത്തിൻ്റെ മെറ്റീരിയൽ ലൈഫ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും അവരുടെ അനുഭവങ്ങൾ മാറിത്തുടങ്ങും. അവർ ആ മെറ്റീരിയൽ ലൈഫിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവരായിട്ട് മാറുന്നതല്ല, അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമായിട്ടൊരു പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോഴായിരിക്കും ആ വ്യക്തി ആ ഒരു തിരിച്ചറിവിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള വ്യക്തികൾ പുറത്തേക്കാണ് ചിന്തിക്കാറ്. എന്താണ് അങ്ങനെ അസുഖങ്ങൾ എന്ത് തന്നെ വന്നാലും പുറത്ത്. പക്ഷെ അല്ലാത്ത ആത്മീയതയുടെ ആ ഒരു വിളിയുള്ളവർ ഉള്ളിലേക്കാണ് തിരിഞ്ഞു നോക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ, അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഉള്ളിലോട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലോട്ടുള്ള ചോദ്യം വരുമ്പോൾ മാത്രമേ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പം മെല്ലെ മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു രണ്ടിനുള്ള ഇടയിലുള്ള ആ ഒരു ലൈഫായിരിക്കും എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു ഘട്ടം. പിന്നീട് അത് മനസ്സിലായി തുടങ്ങുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള പ്രയാസം, അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ അംഗീകരിക്കാനുള്ള പ്രയാസം എല്ലാം ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ മുന്നോട്ടുള്ള ഓരോ പോക്കിലും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് പിന്നെയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ ഇടയ്ക്ക് ചിലർ നിർത്തിപ്പോകാം. നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. കാരണം മുന്നോട്ട് പോവുക, വളരുക എന്നുള്ളത് ഒരു സോളിൻ്റെ വിളിയാണെങ്കിൽ ആ വിളി എപ്പോഴായാലും കേട്ടേ പറ്റൂ. അപ്പോൾ ഇത്തരം ഈ ഒരു 4D ഫോർത്ത് ഡയമെൻഷനിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആണ് പലതും ആ തിരിച്ചറിവ്, ആ 3Dയിൽ നിന്നും 3D അല്ല, 5D അല്ല, 4Dയിലുള്ള ഒരു ജീവിതം. അപ്പം അങ്ങുമല്ല ഇങ്ങുമല്ലാത്തൊരു ഘട്ടം എന്നുവെച്ചാൽ നമ്മൾ ഭൗതിക ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരായിട്ടുമില്ല. ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, എന്താണെന്ന് അറിയാത്ത ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം അതിൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിലാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ, കാരണം നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്, എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് പിന്നെ പുതിയ പുതിയ ഓരോരോ സ്റ്റെപ്പുകൾ. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കാരണം വളരെയേറെ കാര്യങ്ങൾ ചിലപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ പിന്നീട് ഓരോ വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം. നിരവധി പേർ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോരുത്തരും, ചിലരൊക്കെ അവരവരുടെ അനുഭവങ്ങൾ വെച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പറഞ്ഞു കേട്ടതും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെയും സ്പിരിച്വൽ അവേക്കണിങ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് അതേ പാതകൾ തന്നെ പിന്തുടരാൻ നമുക്ക് പറ്റില്ല. കാരണം ഓരോരുത്തരുടെ പാതയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും ചെയ്യാനുണ്ടാവും, അവരുടെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ആ കർമ്മങ്ങൾ ഏതാണ്ട് പൂർത്തിയായി തുടങ്ങുമ്പോഴാണ് നമ്മൾ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു വിളി നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു വിളി വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ മാറി തുടങ്ങുക. നമ്മൾ 3D ലൈഫിൽ നിന്ന് മാറി 4Dയിലെത്തും. 4D ലൈഫിൽ നിന്നും കടന്നു കഴിഞ്ഞാൽ 5D